1969 ജനുവരിയിലെ ഒരു രാത്രിയിൽ തൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ. പെട്ടെന്ന് ലണ്ടനിലെ പോണ്ട് സ്ക്വയറിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിനെന്തോ കേട് സംഭവിച്ചു. അതെന്താണ് എന്ന് പരിശോധിക്കുന്നതിനിടയിൽ ഒരു ചുവരിനടുത്തായി വെളുത്ത ഒരു വലിയ പക്ഷി നിൽക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ശരീരത്തിലെ മിക്കവാറും തൂവലുകളും പറിച്ചു കളഞ്ഞിരിക്കുകയായിരുന്നു. വല്ല കുസൃതി സംഘത്തിന്റെയും വിക്രിയായിരിക്കാം അതെന്ന ധാരണയിൽ അയാൾ അവിടെയെല്ലാം തിരഞ്ഞു. എന്നാൽ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ പക്ഷിയെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പക്ഷി നിന്ന സ്ഥലത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിലെ ഒരു രാത്രിയിൽ 2 യുവമിഥുനങ്ങൾ പോണ്ട് സ്ക്വയറിലൂടെ സംസാരിച്ച് നടക്കുകയായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വെളുത്ത പക്ഷി അവരുടെ മുന്നിലേക്ക് പറന്നിറങ്ങി. 2 വട്ടം അവിടെ മൊത്തം ഒന്ന് ചുറ്റി നടന്ന ശേഷം പെട്ടെന്നെങ്ങോ അപ്രത്യക്ഷമായി. 1969 ആ ഒരു കാർ യാത്രക്കാരൻ കണ്ട അതേ പക്ഷിയെയായിരുന്നു ഇവരും കണ്ടത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം. 1626 ഒരു മെയ് മാസത്തിലാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം. തീൻമേശയിലെ വിശിഷ്ട ഭോജനമായി തീരേണ്ട കോഴി പ്രേതമായി ചുറ്റിക്കറങ്ങിയ കഥ. ലണ്ടനിലെ ഹൈഗേറ്റിലുള്ള പോണ്ട് സ്ക്വയർ ആയിരുന്നു അതിൻ്റെ ആവാസഭൂമി. പാതി നഗ്നമായ അല്ലെങ്കിൽ പാതി തണുത്തു മരവിച്ച ഈ കോഴി പ്രേതത്തെ പലരും കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രേതകഥയിലെ നായകൻ ഒരു കോഴി മാത്രമല്ല, സാക്ഷാൽ ഫ്രാൻസിസ് ബെക്കണാണ്. ആരാണ് ഈ ഫ്രാൻസിസ് ബെക്കൺ? ഇംഗ്ലണ്ടിലെ ഒരു ചാൻസലർ ആയിരുന്നു ഫ്രാൻസിസ് ബെക്കൺ. 1626 അദ്ദേഹത്തിൻ്റെ 65-ാം വയസ്സിൽ ബെക്കണെ കൈക്കൂലി കുറ്റത്തിന് ശിക്ഷിച്ച് ടവർ ഓഫ് ലണ്ടനിൽ തടവിലിട്ടു. ശിക്ഷ തടവിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല, 40,000 പൗണ്ട് പിഴയും അദ്ദേഹത്തിന് ഒടുക്കേണ്ടതായി വന്നു. പിന്നീട് ബെക്കണെ മാപ്പ് നൽകി വിട്ടയച്ചെങ്കിലും ഔദ്യോഗിക രംഗത്ത് വീണ്ടും കടക്കുന്നതിന് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ജയിൽ മോചിതനായെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ തന്നെ അദ്ദേഹം പിന്നീട് തന്റെ മനസ്സ് തിരിച്ചത് പ്രപഞ്ച വിസ്മയങ്ങളിലേക്കായിരുന്നു. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള പോംവഴികളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ 1626 മെയ് മാസത്തിലെ ഒരു നല്ല മഞ്ഞുള്ള ഒരു ദിവസം തെരുവിലൂടെ കുതിരവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചില പ്രപഞ്ച രഹസ്യങ്ങൾ തികട്ടി വന്നു. വണ്ടിച്ചക്രങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നിലത്തെ മഞ്ഞ് മാറിയാകുന്നപ്പോൾ അതിനുള്ളിൽ നിന്ന് പച്ചപ്പ് കെടാത്ത പുല്ലുകൾ വെളിയിലേക്ക് വന്നത് കണ്ടപ്പോഴാണ് ബെക്കണിൽ ചില ചിന്തകൾ ഉണർന്നത്. ചോദ്യങ്ങൾ മനസ്സിനെ കൂടുതൽ അലട്ടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കുതിരവണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. കുതിരവണ്ടി പോണ്ട് സ്ക്വയറിൽ വന്നു നിന്നു. അടുത്തുള്ള ഒരു ഫാമിൽ നിന്നും ഒരു കോഴിയെ കൊണ്ടുവരാൻ വണ്ടിക്കാരനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വണ്ടിക്കാരനെ കൊണ്ട് തന്നെ ആ കോഴിയെ കൊന്ന് അതിൻ്റെ കുറെ പൂടകളും പറിച്ചു കളഞ്ഞു. കോഴിയുടെ വയറിന്റെ ഭാഗത്തെ തൂവലുകൾ പറിച്ച് അവിടെ വൃത്തിയാക്കി. കാണികളെല്ലാം ആകാംക്ഷയോടെ ഈ ഒരു പ്രവൃത്തി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കോഴിയെ വൃത്തിയാക്കിയ ശേഷം ബെക്കൻ നിലത്ത് കുത്തിയിരുന്ന് മഞ്ഞ് വാരിയെടുത്ത് കോഴിയെ പൊതിയാൻ തുടങ്ങി. കോഴിയുടെ ശരീരം മുഴുവനും മഞ്ഞുകൊണ്ട് പൊതിഞ്ഞ ശേഷം അതിനെ ഒരു സഞ്ചിക്കുള്ളിലിട്ട് സഞ്ചിയിലും മഞ്ഞ് വാരി നിറച്ചു. കോഴിയിൽ ഇങ്ങനെ ഒരു കൂടോത്ര പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബെക്കണിന്റെ ശരീരം ഞെട്ടിവിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു. ബോധശൂന്യനായി വീണ ബെക്കണെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അരുണ്ടേൽ പ്രഭുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. മരണശേഷം ബെക്കൺ പ്രഭുവിന് എന്ത് സംഭവിച്ചു എന്നത് അജ്ഞാതമാണ്. പക്ഷേ അദ്ദേഹം മഞ്ഞ് പുതച്ച് കൂടോത്രം ചെയ്ത കോഴി പോണ്ട് സ്ക്വയറിലും പരിസരത്തും ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതി വിതറിയിട്ടുണ്ട് എന്നത് സത്യമാണ്. പാതി പൂട പറിച്ച ഒരു കോഴി വിറയലോടുകൂടി പാതി ഓടിയും പാതി പറന്നും അവിടേക്ക് ചുറ്റിത്തിരിയുന്നത് ചിലരെല്ലാം കണ്ടിട്ടുണ്ടത്രേ. 2ാം ലോക മഹായുദ്ധകാലത്ത് പോണ്ട് സ്ക്വയറിനടുത്ത് താമസിച്ചിരുന്ന ജോൺ ഗ്രീൻഫിൽഡ് എന്ന സ്ത്രീ പറയുന്നത്, നിലാവുള്ള ചില രാത്രികളിൽ വെളുത്ത നിറമുള്ള വലിയൊരു പക്ഷിയെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ്. യുദ്ധകാലത്ത് പക്ഷിയെ കണ്ടിട്ടുള്ള മറ്റൊരു ദൃക്സാക്ഷി വ്യോമസൈനികനായ ടെറിൻസ് ലോങ് ആണ്. ഒരു ദിവസം രാത്രിയിൽ പോണ്ട് സ്ക്വയറിലൂടെ കടന്നു പോകവേ കുതിരക്കുളമ്പടിയും വണ്ടിച്ചക്രങ്ങളുടെ മുരളിച്ചയും താൻ കേട്ടതായി അയാൾ പറഞ്ഞു. ചുറ്റും നോക്കിയപ്പോൾ ശരീരത്തിൽ പാതി പൂടയില്ലാത്ത ഒരു കോഴി വിറച്ചുകൊണ്ട് വട്ടം ചുറ്റി പറക്കുന്നതാണ് കണ്ടത്. അടുത്ത് മറ്റൊരു വസ്തുവും കണ്ടില്ല. ലോങ് ഇക്കാര്യം മറ്റൊരാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ആ പക്ഷി അവിടുത്തെ ഒരു അന്തേവാസിയാണെന്നായിരുന്നു. ഒരിക്കൽ ഒരാൾ ആ പക്ഷിയെ കെണിവെച്ച് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ചുമരിലേക്ക് അത് അപ്രത്യക്ഷമായെന്നും അയാൾ വിവരിച്ചു. 1-2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു അത്രേ ആ സംഭവം.
പോണ്ട് സ്ക്വയറും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ കോഴിപ്രേതത്തിൻ്റെ കഥയും ഇന്നും ആളുകളിൽ വളരെയധികം വിസ്മയം നൽകിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നതിന് ഇന്നും ഉത്തരമില്ല.